ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സജൂസ് ടേസ്റ്റ്ലാൻഡ്. ഞാനിന്നിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബനാന റോളാണ് കേട്ടോ. അത് ഫിൽ ചെയ്തെടുത്ത ബനാന റോളാണ്. അതിന് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം കേട്ടോ. ഒരു 3 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നടുക്ക് മുറിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ആവശ്യമുള്ളത് കുറച്ച് പഞ്ചസാരയാണ്. അത് നമ്മുടെ മധുരത്തിന് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ എടുക്കാവുന്നതാണ്. പിന്നെ ഒരു 2 ശർക്കര ചീകി എടുത്തിട്ടുണ്ട് കേട്ടോ, നന്നായി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. പിന്നെ ഒരു 1/4 മുറി തേങ്ങ ചിരകി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് എള്ളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടുന്നത് കുറച്ച് ഗോതമ്പ് പൊടിയാണ്. അത് ഈ സ്പൂണിന് 2 സ്പൂണ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. മൈദയിലല്ല, ഗോതമ്പ് പൊടിയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ഗോതമ്പ് പൊടിയിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല, ഇത് ഒന്ന് പൊങ്ങി വരാനും ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കാനും വേണ്ടി മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന എള്ളിൽ നിന്ന് പകുതി എള്ള് എടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ എള്ള് ചേർക്കുമ്പോൾ നല്ല ഗുണവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. ഇതിൻ്റെ ബാറ്ററിൽ ഈ എള്ളൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എള്ളൊക്കെ എല്ലാവരും കഴിക്കാൻ നോക്കണേ. പിന്നെ നമ്മളിതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് പഞ്ചസാര കുറച്ച് കുറയ്ക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഈ പഞ്ചസാരയും എള്ളും അതുപോലെ നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്നവരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി ബാറ്ററി രൂപത്തിലേക്ക് ആക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ആവരുത്, അപ്പോൾ ലൂസായിട്ട് നമുക്കത് എണ്ണയിലേക്ക് ഇടാനും ബുദ്ധിമുട്ടായിട്ടും മാറും. അപ്പോൾ ഇതുപോലെ ആയാൽ മതി. കണ്ടില്ലേ, നമ്മുടെ എള്ളൊക്കെ അതിൽ കിടക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ടല്ലേ. നന്നായി യോജിപ്പിക്കുക. ഈ സമയത്ത് നമുക്ക് മധുരം ഉണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ, ഇത് 1/4 മുറി തേങ്ങ ചിരകിയതുണ്ട്, ഇത് മുഴുവൻ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പഴം പൊരിച്ചെടുക്കാനായിട്ട് നമുക്കിത് ആവശ്യമാണ് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എള്ള് കൂടി നമുക്കിതിലേക്ക് ചേർക്കണം. കണ്ടോ, ഞാൻ മുഴുവൻ തേങ്ങയും എടുത്തിട്ടുണ്ടേ. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി എള്ള് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. എള്ളും ശർക്കരയും തേങ്ങയും ഒരുപോലെ മിക്സ് ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. ഒരുപോലെ മിക്സാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ ചില ഫില്ലിങ്സിൽ മാത്രം ശർക്കര കൂടുതൽ കടിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഒരുപോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാവാനായിട്ട് വെക്കാം കേട്ടോ. ഇനി ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഓരോ പഴം എടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഇതുപോലെ കീറി കൊടുക്കാം കേട്ടോ. ഇത് കീറി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, 2 സൈഡും വിട്ടു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ നന്നായി ആഴത്തിൽ തന്നെ കീറി എടുക്കാവുന്നതാണ്, എന്നാലേ നമ്മുടെ ഫില്ലിങ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് കീറി എടുത്തിട്ടുണ്ട്. എന്നാൽ 2 സൈഡും വിട്ടു പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ കൂട്ട് നമുക്ക് ഈ പഴത്തിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ അങ്ങോട്ട് ഫില്ല് ചെയ്ത് എടുക്കുകയാണ് വേണ്ടുന്നത് കേട്ടോ. അതിലേക്ക് നന്നായിട്ട് ഇറങ്ങണം. കണ്ടോ, ഇതുപോലെ. ഇനി നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴത്തിൻ്റെ ഈ 2 സൈഡും ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് വേറൊന്നുകൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതില്ലേ, നന്നായിട്ട് ഒന്ന് വിടർത്തി കൊടുക്കാം. സൈഡ് വിട്ട് പോവാതെ ആഴത്തിൽ നന്നായിട്ട് വിടർത്തി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ടോ ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നന്നായിട്ട് അതിലേക്ക് താഴ്ത്തി വെച്ച് കൊടുക്കണം. എന്നാലേ നമ്മളിത് പൊരിച്ചെടുക്കുമ്പോൾ അതൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് കിട്ടുള്ളൂ. ഉണ്ടല്ലേ. എന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് തന്നെ അമർത്തി കൊടുത്തിട്ട് പഴത്തിൻ്റെ 2 സൈഡും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലുള്ള ഫില്ലിങ്സ് ഒന്നും പുറത്തേക്ക് വരില്ല. അതോ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഓരോ പഴവും ഇതുപോലെ തന്നെ ആക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്.
കണ്ടില്ലേ. ഇനി നമുക്ക് ഇത് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓയിലോ വെളിച്ചെണ്ണയോ എന്താണോ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് മതി കേട്ടോ. കണ്ടോ, ആവശ്യത്തിനുള്ള എണ്ണ മാത്രം ഒഴിക്കുക, അല്ലെങ്കിൽ ബാക്കി വേസ്റ്റ് ആവുള്ളൂ. കണ്ടല്ലേ, നമ്മൾ എല്ലാ പഴവും ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്ററിൽ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഈ പഴത്തിൻ്റെ മുകളിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന രൂപത്തിലേക്ക് ആക്കിയെടുക്കണം. ഇത് നമ്മൾ ഈ പൊളിച്ച് വെച്ചിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് കമിഴ്ത്തി പിടിക്കരുത് കേട്ടോ, അഥവാ അതിലുള്ള ഫില്ലിങ്സ് പോയാലോ. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പഴവും ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ, ലോ ആക്കി വെക്കരുത്. അപ്പോൾ ഒരുപാട് എണ്ണ കുടിക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പഴമൊക്കെ നന്നായിട്ട് വേവുകയും ചെയ്യും കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ഒന്ന് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു പഴം മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുത്ത് എണ്ണയിൽ പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് എണ്ണ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പകുതിയാക്കി മാറ്റിയിരിക്കുന്നത് കേട്ടോ. അപ്പം കണ്ടോ, നമ്മുടെ ആ ടൈമിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള പഴമൊക്കെ ഇതുപോലെ ബാറ്ററിൽ മുക്കി വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു റോള് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കാൻ. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. അകത്ത് ആ പഴം വെന്തതും ഒക്കെ അതിൻ്റെ ഫില്ലിങ്സും എല്ലാം കൂടി നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ പഴം കഴിക്കാൻ പുഴുങ്ങി കഴിക്കാനൊക്കെ മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അല്ലാതെ കഴിക്കാനൊക്കെ മടി ഉണ്ടാവും. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ നന്നായിട്ട് കഴിച്ചോളും. ഇല്ലേ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ പകുതി വീതം വെളിച്ചെണ്ണയും നല്ലെണ്ണയും 1 സ്പൂൺ നെയ്യും ചേർത്ത് വേവിക്കുകയാണെങ്കിൽ ഉപ്പുമാവിന് നല്ല രുചിയും മയവും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കട്ടോ. ഇപ്പോൾ നമ്മുടെ അടുത്ത ബനാന റോൾ കൂടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ ബാക്കിയെല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ ഉണ്ടാക്കി കഴിയാറായി. അടുത്തതും റെഡിയായി. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇങ്ങനെ നമ്മുടെ എല്ലാ ബനാന റോൾസും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.